ഇറാൻ അമേരിക്ക യുദ്ധം അവസാനത്തിലേക്കെന്ന് സൂചിപ്പിച്ച് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സമാധാന കരാർ 24 മണിക്കൂറിനുള്ളിൽ അന്തിമമായേക്കുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. സമാധാന കരാറിന്റെ സൈനിങ് ഉടൻ ഉണ്ടാകും. ബാക്കി ചർച്ചകൾ അടുത്തയാഴ്ച നടക്കുമെന്നും ഷഹബാസ് ഷെരീഫ് എക്സ് പോസ്റ്റിൽ കുറിച്ചു. സമാധാനത്തിന് ഇത്രയും അരികിൽ നാം എത്തുന്നത് ഇത് ആദ്യമെന്ന് മുഖവരയോടെയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറാൻ US യുദ്ധം അവസാനിക്കുന്നതിനുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. സമാധാന കരാർ 24 മണിക്കൂറിനുള്ളിൽ അന്തിമമാകുമെന്ന് ഇന്ന് വൈകിട്ട് 4:30-നിട്ട എക്സ് പോസ്റ്റിൽ ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ഇലക്ട്രോണിക് സൈനിങ് ഉടനെ ഉണ്ടാകും. ഇതിനായി പാകിസ്ഥാൻ തയ്യാറെടുക്കുകയാണ്. കരാർ നടപ്പാക്കലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അടുത്തയാഴ്ച നടക്കുമെന്ന് ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും ഷഹബാസ് ഷെരീഫ് എക്സ് പോസ്റ്റിൽ നന്ദി അറിയിച്ചു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ഇറാൻ പ്രസിഡന്റ് മഹൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചി എന്നിവരെ ഷഹബാസ് ഷെരീഫ് ടാഗ് ചെയ്തു എന്നതും ശ്രദ്ധേയമായി. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ മധ്യസ്ഥതാ ശ്രമം നടത്തുന്നത് ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാക് സർക്കാരാണ് എന്നതാണ് ഈ പ്രസ്താവനയെ അതീവ പ്രാധാന്യമുള്ളതാക്കുന്നത്. ഇറാൻ അതിവേഗം കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് കഴിഞ്ഞ 11-ന് പ്രസ്താവന നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ആക്രമണം പിൻവലിക്കുന്നതായും ട്രംപ് പ്രസ്താവിച്ചു. ഇറാനുമായി കരാർ അന്തിമമായതായി 12-ന് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. വിദൂരമായിരിക്കും കരാർ ഒപ്പിടുകയെന്നും ട്രംപ് പറഞ്ഞിരുന്നു. യുദ്ധം തീർന്നതായി ഒരു വെർച്വൽ റാലിയിൽ ട്രംപ് പറഞ്ഞതും ശ്രദ്ധേയമായി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖച്ചിയും കരാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് രൂപീകരിച്ച ധാരണാപത്രം യാഥാർത്ഥ്യമാകുന്നതിനോട് ഏറ്റവും അടുത്തെത്തി നിൽക്കുകയാണെന്നായിരുന്നു അറാഖച്ചിയുടെ പ്രതികരണം. കരാർ പ്രകാരം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുകയും ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധങ്ങൾ അമേരിക്ക പിൻവലിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഫെബ്രുവരി 28-നായിരുന്നു അമേരിക്ക-ഇസ്രായേൽ സഖ്യം ഇറാനെതിരെ യുദ്ധം ആരംഭിക്കുന്നത്. തുടർന്ന് താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും ഇരുപക്ഷവും സംഘർഷം തുടർന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.